അർജുൻ, അവിടുത്തെ ഒരു ടെറൈൻ കൂടി നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ അവിടെ വെളിച്ചം ലഭ്യമാകുന്നത് ഈ ഇറങ്ങി പരിശോധിക്കുന്നതിന് നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു, അവർ സീറോ വിസിബിലിറ്റി ആണ്, പുഴ കലങ്ങി ഒഴുകുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അർജുൻ നിൽക്കുന്ന ഇടത്ത് കാലാവസ്ഥ എങ്ങനെയാണ്? എത്ര സമയം കൂടി വെളിച്ചം കിട്ടും? നേവിക്ക് ഇപ്പോൾ നടത്തുന്ന പരിശോധനകൾ എത്ര സമയം കൂടി തുടരാൻ കഴിയും? അതായത് സുജ, ഇപ്പോഴെന്തായാലും സമയം 6 മണിയോട് അടുക്കുകയാണ്, 5:45 കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴെന്തായാലും ഈ മേഖലയിൽ വെളിച്ചം മങ്ങുകയാണ്. സാധാരണഗതിയിൽ 6-6:30 വരെ വെളിച്ചം ഉണ്ടാവാറുണ്ടെങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മാനം കറുക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴെന്തായാലും മാനം കറുക്കുകയാണ്. മഴ പെയ്യാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ ദൗത്യത്തിന് അതൊരു വെല്ലുവിളിയായിരിക്കും. പരമാവധി നാളെ കൂടുതൽ സംവിധാനങ്ങൾ ഇവിടത്തേക്ക് എത്തിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒരുക്കി വെക്കുക എന്നതാണ് ഇന്ന് ഏറ്റവും പ്രധാനമായി ചെയ്യാനുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് തന്നെ ഏകദേശം 3 കിലോമീറ്റർ ഇപ്പുറത്താണ്. അതായത് സാധാരണഗതിയിൽ ഈ പറയുന്ന പ്രവർത്തകർക്കുൾപ്പെടെ പ്രവേശനമുള്ളതിൻ്റെ പരമാവധി ഇപ്പോൾ സംഭവം നടന്നതിൻ്റെ 3 കിലോമീറ്റർ ഇപ്പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ മേഖലയിൽ ഇപ്പോഴെന്തായാലും മാനം കറുത്തൊരു മഴ പെയ്യാനുള്ള അന്തരീക്ഷത്തിലേക്ക്, അതായത് വളരെ പെട്ടെന്നാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഒരുപാട് ഘട്ടങ്ങൾ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ തന്നെ കാലാവസ്ഥ വളരെ പെട്ടെന്ന് മാറുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. അതായത് വളരെ പെട്ടെന്ന് മാനം കറക്കുന്നു, മഴ പെയ്യുന്നു, ശക്തമായ മഴ പെയ്യുന്നു, കാറ്റ് വീശുന്നു, പക്ഷേ വീണ്ടും മാനം ഈ പറയുന്ന രീതി അല്ലെങ്കിൽ അന്തരീക്ഷം ഒരു സാധാരണ നിലയിലേക്ക് മാറുന്നു. പക്ഷേ അതാണ് ഈ ദൗത്യത്തിന് ഏറ്റവും വെല്ലുവിളിയായി നിലനിൽക്കുകയും ചെയ്തത്. നാളെ എന്തായാലും ഈ രാവിലെ, അതായത് ഈ ദൗത്യം സാധാരണ രീതിയിൽ തുടങ്ങുന്ന രാവിലെ ഒരു ഉച്ചവരെയുള്ള സമയങ്ങളിൽ ഒരു ഇടവേള സാധാരണ രീതിയിൽ നിലകളിൽ ഉണ്ട്. ആ സമയത്ത് വെയിലും അതുപോലെ തന്നെ ഒരു തെളിഞ്ഞ അന്തരീക്ഷവുമാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് പരമാവധി രീതിയിലുള്ള ഒരു പരിശോധന അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു പരമാവധി തിരച്ചിൽ നടത്തി ഈ ശ്രമകരമായ ദൗത്യം ആ ഒരു ഘട്ടത്തിൽ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അർജുൻ, ഇപ്പോൾ മന്ത്രി അവിടെ എത്തിയിരുന്നു, മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ എത്തിയിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് കൂടി പങ്കെടുത്ത ഉന്നതതല യോഗമാണ് ഈ സ്പോട്ട് സ്ഥിരീകരിച്ചതും അവസാനം ഇവിടെ ആയിരിക്കും പരിശോധന കേന്ദ്രീകരിക്കുക എന്ന് പറഞ്ഞത്. പോണ്ടൂൺസ് അടക്കം കൊണ്ടുവന്നുകൊണ്ട് അവിടെ നദിയിലേക്ക് കുറച്ചുകൂടി കാര്യക്ഷമമായി ഇറങ്ങിയുള്ള പരിശോധന, ഒപ്പം ഈ സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ഭാഗം, അത് അർജുൻ കഴിഞ്ഞ ദിവസമൊക്കെ കരുതിയിരുന്ന ഇടത്തു നിന്നും കുറച്ചുകൂടി മാറിയാണ് ഈ ലോറിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ലോറിയുടെ പൊസിഷൻ എന്നത്. അത് കുറച്ചുകൂടി ഒരു അക്യുറേറ്റ് ഇൻഫർമേഷൻ. ഇന്നലെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞത് 3 സ്പോട്ടുകളിലായി 4 ലോഹഭാഗങ്ങൾ 80% ആക്യുറസി എന്നാണ്. ഇന്നിപ്പോൾ 100% ആക്യുറസി എന്നതിലേക്ക് അവർ സീറോ ഇൻ ചെയ്യുകയാണോ? നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ സ്പോട്ട്, ഇപ്പോൾ അവർ നൽകിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്ന ഈ സ്പോട്ട് ഇത് തന്നെയാണ് അർജുന്റെ വാഹനമുള്ള സ്പോട്ട് എന്നുള്ളത് അവർ ഉറപ്പിക്കുകയാണോ അർജുൻ? അതായത് സുജിയ, കഴിഞ്ഞ ദിവസം തന്നെ ഈ ഇന്ദ്രബാലൻ ഉൾപ്പെടെയുള്ള ഉന്നതരായിട്ടുള്ള ഇതിനകത്ത് വിദഗ്ധരായിട്ടുള്ള സംഘം ഇവിടെ എത്തിയ ഘട്ടത്തിൽ പരിശോധന നടത്തിയപ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു, ഈ പറയുന്ന ട്രക്കിൻ്റെ ഭാഗങ്ങൾ വേർപെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. ഈ പറയുന്ന 3 സ്പോട്ടുകൾ കണ്ടെത്തി ആ സംഭവം വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ ട്രക്കിൻ്റെ വിവിധ ഭാഗങ്ങൾ, അതിൻ്റെ ക്യാബിനും അതുപോലെ തന്നെ ഈ പുറകിലേക്ക് വരുന്ന ഭാഗവും എല്ലാം തന്നെ വേർപെട്ടു പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അതിന് സാധ്യത കുറവാണ്. കാരണം ഈ ട്രക്കിൻ്റെ കൺസ്ട്രക്ഷൻ അങ്ങനെയാണ് എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ടാങ്കറിൻ്റെ സ്ഥിതി നേരെ മറിച്ചാണ്. ഈ ടാങ്കർ ഭാഗം വേർപെട്ട് പോകാനും എൻജിൻ അതുപോലെ തന്നെ നിലനിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ ട്രക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെ അല്ല എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ അപ്പോൾ പോലും ഇത് വേർപെടില്ല എന്ന് പൂർണ്ണമായും ഉറപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രധാനമായും 4 ലോഹഭാഗങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഈ പുഴയുടെയും ഈ പറയുന്ന ഇതിൻ്റെ കരയോട് ചേർന്ന്, അതായത് റോഡിനോട് ചേർന്നുള്ള മൺതിട്ട രൂപപ്പെട്ട സ്ഥലത്തും അതിനോട് ചേർന്ന ഭാഗങ്ങളിലുമെല്ലാം തന്നെ 4ഓളം സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം ഇന്ദ്രബാലൻ പറഞ്ഞിരുന്നത് 80% തന്നെ ഉറപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു ഉറപ്പാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അത് 100%, അതായത് ട്രക്ക് ഇന്ന സ്ഥലത്താണ് എന്ന കൃത്യമായ തോതിൽ തന്നെ സ്പോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഉറപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ പ്രധാനമായും ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു എന്ന് സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ അർജുൻ കല്യാട് പങ്കുവയ്ക്കുന്നത്. അർജുൻ കല്യാട് ഇപ്പോൾ ഷിരൂരിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്.